ഈ ഒരു വീടിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നില വീടാണ്, സിമ്പിൾ ആണ്, സ്ട്രൈറ്റ് ആണ്, നല്ലൊരു ഫേസ് ഡിസൈൻ ചെയ്ത് എന്നുള്ളതാണ്. ഇത് ശരിക്കും 2 ലെവലിലുള്ള പ്ലോട്ട് ആയിരുന്നു. അങ്ങനെയുണ്ട്. നമ്മള് ലെവൽ എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ്. വെറും 11.5 സെന്റില് 1500 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂമോട് കൂടി ഭംഗിയായിട്ട് ചെയ്യുന്ന വീടാണ്. 30-35 ലക്ഷം രൂപ ഇതിനായിട്ടുണ്ട്. കാരണം ലെവലിംഗ് ഉൾപ്പെടെയുള്ള ചാർജ് ആട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ വീടിനകത്ത് കയറിയാലേ ചെറിയ വീടാണെങ്കിലും ഒരു ആംബിയൻസ് കിട്ടണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഒരു വലിയ ഹാളിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ എലമെന്റിലാണ്. ഈ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ഓപ്പൺ കിച്ചണിൽ 2 രീതിയിലെ കളർ സ്കീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും താല്പര്യം ബേബിൻ്റെ ഉണ്ടാക്കാൻ, അതിന് സ്ഥലമുണ്ടോ സൗകര്യമുണ്ടോ എന്നൊക്കെ. സ്ട്രക്ചറൽ ടൈമിൽ തന്നെ പ്ലാൻ ചെയ്താലേ ഇതുപോലുള്ള ഇരിപ്പിടം നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളല്ലേ ചോദിച്ചത് ചെറിയ പ്ലോട്ടിൽ അടിപൊളി വീടുകൾ പരിചയപ്പെടുത്തണമെന്ന്. സാധാരണക്കാരന് നിർമ്മിക്കാൻ പറ്റുന്ന ഭംഗിയുള്ള വീടുകളല്ലേ നിങ്ങൾക്ക് ആവശ്യം. ഇന്ന് ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിൽ വന്നിരിക്കുന്നത് വെറും 11.5 സെന്റില് 1500 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂമോട് കൂടി ഭംഗിയായിട്ട് സ്പാൻ ആർക്കിടെക്ട്സ് ചെയ്തിരിക്കുന്ന വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. ഏതൊരു വീടിന്റെ എൻട്രൻസിൽ ഭംഗിയിൽ ഇതുപോലുള്ള ഗേറ്റ് കൊടുത്താൽ അടിപൊളിയല്ലേ. മെറ്റലിൽ ചെയ്ത നല്ല വുഡൻ ആയിട്ടുള്ള ഡിസൈൻ പെയിന്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ഗേറ്റ് അല്ലേ. ഇനി വീടിനകത്തേക്ക് അങ്ങ് കയറുകയാണെങ്കിൽ വീടിന്റെ മുറ്റം അടിപൊളിയായിട്ട് ഇന്റർലോക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ ചതുരത്തിലൊക്കെയുള്ള ഡിസൈനുകൾ ചെയ്യാറുണ്ട്, പക്ഷേ ഏറ്റവും ആപ്റ്റ് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതാകുമ്പോൾ ക്ലീനിങ്ങിനൊക്കെ എളുപ്പമാണ്. ഈ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിണർ ഇതാ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വീടിന്റെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നില വീടാണ്, സിമ്പിൾ ആണ്, സ്ട്രൈറ്റ് ആണ്, നല്ലൊരു ഫേസ് ഡിസൈൻ ചെയ്ത് എന്നുള്ളതാണ്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ഡിസൈൻ ടോപ്പിലും അതുപോലെ എൽ ഷേപ്പ് ആയിട്ടുള്ള ഷോ വാൾ ഡിസൈനും ഈ കാണുന്ന കാൻഡിലിവർ ആയിട്ടുള്ള വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിലോ നേരെ നമുക്ക് കാണാൻ പറ്റും ഒരു പെർഗോള ഡിസൈൻ, അതുപോലെ ടെറാക്കോട്ട ഡിസൈനിൽ വന്നിരിക്കുന്ന ടൈൽ ഡിസൈൻ. അതാണ് ഈ ഒരു ഭാഗത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വീട്ടിൻ്റെ മൊത്തം വിൻഡോകളെല്ലാം വൈറ്റ് ഡിസൈനിലാണ്. അതുപോലെ എൻട്രൻസിൽ സിറ്റ് ഔട്ടിന് നല്ലൊരു മെറ്റൽ വർക്ക് കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായി. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംബിയൻസ് ആണ്. നല്ല വെടുത്ത് ഫീൽ ചെയ്യുന്ന ഫേസ് ആണ്. മേലേക്ക് നോക്കിയാൽ പാരപ്പറ്റൽ മെറ്റൽ കൊണ്ടുള്ള ഡിസൈൻ കൂടെ വന്നപ്പോൾ അടിപൊളിയല്ലേ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മഴയുള്ള സമയത്ത് പറഞ്ഞു തരാൻ പറ്റിയത് വലിയ കാര്യം. നല്ല മഴ വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തുള്ള കാഴ്ചകൾ പറയണം. അതിന് മുൻപ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗാർഡനുകളൊന്ന് കണ്ടാലോ. നല്ല പെബിൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വീടിന് 2 സൈഡിലും വരുന്ന അട്രാക്ഷൻ ഉണ്ടോ. ഇനി സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിൽ സിമ്പിൾ ആയിട്ടുള്ള വിൻഡോ, സിമ്പിൾ ആയിട്ടുള്ള ഡോറ്, മെറ്റൽ കൊണ്ടുള്ള ആർക്കിട്രൈവിലാണ് ഈ ഒരു ഡോറ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്രാനൈറ്റ് സ്റ്റെപ്പുകൾ ഉണ്ട്. 4-2 ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഈ വീടിന്റെ മനോഹരമായിട്ടുള്ള ഇന്റീരിയറിലാണ് നമ്മളുള്ളത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ വീടിനകത്ത് കയറിയാലേ ചെറിയ വീടാണെങ്കിലും ഒരു ആംബിയൻസ് കിട്ടണം. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഭംഗിയുള്ള ഈ ഒരു ഹാളിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ വൈറ്റ് കളർ സ്കീമിലുള്ള എൽ ഷേപ്പ് സോഫയാണ്. എന്തൊരു സിമ്പിൾ ആയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ട് കണ്ടില്ലേ. ഫ്ലോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4-2 ടൈലാണ്, സിംബോളയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂ ഡിസൈനിൽ സ്പേസർ ഇട്ട് അപ്പോക്സി ചെയ്തിരിക്കുകയാണ് ഫ്ലോർ. അതുപോലെ സീലിംഗിലേക്ക് വരികയാണെങ്കിലോ നല്ല ലൈറ്റിംഗ് ഉണ്ട്. അതായത് 2 രീതിയിലുള്ള ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ ഗ്രൂ ഡിസൈനിൽ LED സ്ട്രിപ്പും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭംഗിയുള്ള സോഫയിൽ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലവേഷനിൽ അല്ലെങ്കിൽ ഹാളിലെ ഫ്രണ്ട് ഡിസൈൻ മുഴുവനായിട്ട് കാണുന്ന രീതിയിലൊരു ഇരിപ്പിടം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറം ഈ ഇരിപ്പിടത്തിൽ നിന്ന് നേരെ കാണാൻ പറ്റുന്ന അടിപൊളി TV യൂണിറ്റ്. പക്ഷേ ഇത് റൊട്ടേറ്റിംഗ് TV ആണ്. നമ്മൾ പല വീടുകളിലായിട്ട് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് റൊട്ടേറ്റിംഗ് TV. ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റൊട്ടേറ്റിംഗ് TV. ഇതുപോലുള്ള വലിയ റൊട്ടേറ്റിംഗ് TV ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് ഇല്ല. ഹാളിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സ്പേസിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു വലിയ ഹാളിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ എലമെന്റിലാണ്. സിമ്പിളായിട്ട് ചെയ്ത അടിപൊളിയായിട്ടുള്ള പാർട്ടീഷൻ. ഇതിനകത്തുള്ള ഡിസൈനുകൾ കണ്ടില്ലേ. വുഡൻ ടെക്സ്ചറിന്റെ കൂടെ വൈറ്റും കൂടെ വന്നപ്പോൾ ഈ ഒരു എലമെന്റ് ഒന്നുകൂടെ ഹൈലൈറ്റ് ആയി. ഈ ഒരു മുഴുവൻ എലമെന്റ് നമുക്ക് ഈ ഒരു ഹാളിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അഡീഷണൽ ഈ TV യൂണിറ്റും കിട്ടി എന്നുള്ളതാണ് അതിലെ ഹൈലൈറ്റ്. റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ബാർ കൗണ്ടർ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്.
ഈ ഒരു എൽ ഷേപ്പിലുള്ള വുഡൻ എലമെന്റ് ഈ ഒരു ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധ ഈ കിച്ചണിലേക്കല്ല വന്നിരിക്കുന്നത്, ഈ ഒരു കൗണ്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഈ കൗണ്ടർ കണ്ടില്ലേ, ഇതേ വുഡൻ സ്കീമിൽ വന്നിരിക്കുന്ന, അതായത് മറൈൻ പ്ലൈവുഡിൽ മൈക്കയിൽ കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു വുഡൻ ഫിനിഷ്, അതായത് ഈ വീട്ടിൽ വന്നിരിക്കുന്ന എല്ലാ പാർട്ടീഷനിലും ആ ഒരു എലമെന്റ് വന്നിട്ടുണ്ട്. ടോപ്പിൽ ഫുൾ ബോഡി ടൈലും കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള കൗണ്ടർ ചെയ്തു. മേലേക്ക് നോക്കുമ്പോൾ 2 അടിപൊളി ലൈറ്റുകളാണല്ലേ ഹാങ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ കിച്ചണെ കുറിച്ച് തന്നെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. എനിക്കറിയാം, ഈ കാണുന്ന സിമ്പിൾ ആയിട്ടുള്ള ഓപ്പൺ കിച്ചണിൽ 2 രീതിയിലെ കളർ സ്കീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളർ താഴെയും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് സ്കീം മേലെയും. പക്ഷെ അതിനിടക്ക് ഒരു വൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ സ്പേസുകളാട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് ഫുൾ മറൈൻ പ്ലൈവുഡ് കൊണ്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ടെങ്കിലും നനവ് വരുന്ന ഏരിയകൾ സെലക്ട് ചെയ്ത് PVCയും യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ലാമിനേറ്റഡ് ആണ്. ഭംഗിയായിട്ട് തന്നെ ഈ കൗണ്ടറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കിച്ചണിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ബഡ്ജറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കൂടുതൽ ആക്സസറികളൊന്നും ഉപയോഗിക്കാത്തത്. ബ്ലൂ കളറിലുള്ള ഈ ഒരു ഏരിയയിലുള്ള ഡോറുകൾ നമുക്കറിയാം, ഇവിടെ വേസ്റ്റ് ബിന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റേ ആക്സസറി കൊടുത്തു. അതുപോലെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഇതുപോലെ സിങ്കും ഇവിടെ കൊടുത്താണ് ഈ ഒരു ഏരിയനെ അടിപൊളിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഫുൾ കൗണ്ടറുകളും വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ടാൻഡം ബോക്സുകൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കുകയും അതുപോലെ കട്ട്ലറി ഈ ഒരു ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു കിച്ചണെ പോലെ തന്നെയും ഭംഗിയിൽ ചെയ്തെങ്കിലും പലരും കിച്ചണിൽ ആക്സസറി കുത്തി നിറക്കുന്ന ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബ്ലൂ കളർ ഷെൽഫ് ഇവിടെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഈ വരുന്ന എല്ലാ യൂണിറ്റിനും ഹാൻഡിൽ താഴെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഓപ്പൺ ക്ലോസിങ് എളുപ്പമാകുന്നതിന്. അതുപോലെ ഹുബ് ആൻഡ് ഹുഡ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സീലിംഗിൽ വന്നിരിക്കുന്ന ലൈറ്റ്, നമ്മൾ ലിവിങ്ങിൽ കണ്ട ലൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ഫീലാണ് കേട്ടോ ഉള്ളത്. സീലിംഗിലൂടെ നമുക്ക് പാസ് ചെയ്ത് പോകുന്ന ഒരു ഫീലാണ് LED സ്ട്രിപ്പ് പോയിരിക്കുന്നത്. അത് നല്ലൊരു ഷേപ്പായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ നമുക്കും ഇങ്ങനെ പാസ് ചെയ്യാം ഡൈനിങ് സ്പേസിലേക്ക്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് യൂണിറ്റ് 6 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു പ്രയർ ഏരിയയും സെറ്റ് ചെയ്തു. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കണ്ടില്ലേ, അടിപൊളിയായില്ലേ. ലൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനലിൽ കയറിയാൽ അത് കാണാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിലോ വാഷ് ബേസിൻ ഏരിയ ഇപ്പൊ എല്ലാവരും ഗ്രാൻഡ് ആക്കുന്ന ഒരു സംഭവമാണ് വാഷ് ഏരിയ. വാഷ് ഏരിയയിൽ കൗണ്ടർ ടോപ്പും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ വേറെ ലെവലാക്കാൻ പറ്റും. ഇവിടെയും സിംബോളയുടെ ഹൈലൈറ്റർ ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിതാ തൊട്ട് മുൻപുള്ള വീഡിയോയിൽ പോയി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈലൈറ്റർ ടൈലുകളുടെ മോഡലുകൾ, അതുപോലെ മൊറോക്കൻ ഐഡിയാസ് ഒക്കെ. ഈ കാണുന്ന ടൈലുകളെല്ലാം സിംബോളിൽ വരുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈലുകളാണ്. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നല്ല ആർക്കിടെക്റ്റുമാർ ചൂസ് ചെയ്യുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഗ്രിപ്പുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് കിട്ടും. അതുപോലെ സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ ആ ഒരു ഫീല് കിട്ടും കേട്ടോ. ഇവിടെ എന്താ ഈ ഒരു പാർട്ടീഷന്റെ ബാക്ക് സൈഡ് മൾട്ടിപർപ്പസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു TV യൂണിറ്റിനെ റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഡൈനിങ് സ്പേസിലേക്കും നമുക്ക് ഭക്ഷണം കഴിച്ച് കണ്ടുകൊണ്ട് ഇത് ഫീൽ ചെയ്യാമെന്നുള്ളതാണ്. 3 ബെഡ്റൂമുകളുള്ള ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ബെഡ്റൂമിലുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ബേ വിൻഡോ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. എല്ലാവർക്കും താല്പര്യം ബേ വിൻഡോ ഉണ്ടാക്കാൻ. അതിന് സ്ഥലമുണ്ടോ സൗകര്യമുണ്ടോ എന്നൊക്കെ സ്ട്രക്ചറൽ ടൈമിൽ തന്നെ പ്ലാൻ ചെയ്താലേ ഇതുപോലുള്ള ഇരിപ്പിടം നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളി സീബ്ര ബ്ലൈൻഡ്സ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുൾ വുഡൻ ടെക്സ്ചറിലാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. പ്ലൈവുഡിൽ ലാമിനേറ്റും കൂടെ ചെയ്തിട്ടാട്ടോ അത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു വാർഡ്രോബിന്റെ സെറ്റ് ആണ് ഈ ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ വാളിൽ സ്ലൈഡിംഗ് ഡോറും അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് വരുന്നത്. ഇതിൽ ലാമിനേറ്റ്സ് ഗ്ലോസി ആട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഗ്ലോസി ഫിനിഷ് വരുന്നത്. മിറർ ഈ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് വാളാണ്. വോൾ ഒരു ഹൈലൈറ്റഡ് കളർ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് വുഡൻ ആയിട്ടുള്ള പീസുകൾ ഇങ്ങനെ ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ബോക്സ് കട്ടിലാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന് നമുക്ക് മൂവ് ചെയ്യാനും മറ്റൊക്കെ പറ്റും. അങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അതുപോലെ ഈ ഫുൾ വോളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണെങ്കിൽ കൂടി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇരിപ്പിടം അഡീഷണൽ സെറ്റ് ചെയ്തു. ഇവിടെ സ്റ്റോറേജും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ആണ്. 10 സൈസിലാട്ടോ ഈ ഒരു റൂം ഉള്ളത്. ഇതിലേക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബെഡ് കോട്ട് കൊടുത്തു. സൈഡ് ടേബിൾ ഒന്നേ കൊടുത്തിട്ടുള്ളൂ, കാരണം ചെറിയ റൂമാണല്ലോ. പക്ഷെ ലൈറ്റിങ്ങിൽ ഒരു കുറവുമില്ല. എല്ലാ റൂമും ഒരേപോലെ തിളങ്ങും. വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമാണ്. 12x10 സൈസ്. അത്യാവശ്യം നല്ലൊരു വിശാലമായിട്ടുള്ള റൂമാണ്. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 ഡോർ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല ഒരു ഹൈലൈറ്റർ ലൈറ്റ് കൊടുത്തു, സ്പോട്ട് ലൈറ്റും കൊടുത്തു.
സിമ്പിൾ അല്ലേ? പക്ഷെ ശ്രദ്ധിച്ച കാര്യം ഒരു വാളിന് ഹൈലൈറ്റർ വാൾ പെയിന്റ് ആയിട്ട് കൊടുത്തു. അത് തന്നെയാണ്. പിന്നെ ഈ വീട്ടിലെ എല്ലാ റൂമിലും നിങ്ങൾ കാണാം സീബ്ര പ്ലെയിൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളർ നല്ല രീതിയിൽ മാച്ച് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല മഴത്താണെങ്കിലും ആർക്കിടെക്റ്റിനെ പിടിക്കാതിരിക്കാൻ വയ്യ. മുഹമ്മദ് ബഷീറാണ് നമ്മളെ കൂടെയുള്ള സ്പാൻ ആർക്കിടെക്റ്റിന്റെ. ഇദ്ദേഹം ചെയ്ത ഭംഗിയുള്ള ഒരു വീടാകുമ്പോൾ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തണ്ടേ? അടിപൊളിയായിട്ടുണ്ട് വീട്. സാധാരണ രീതിയിൽ ചെറിയ വീട് എന്ന് പറയുമ്പോൾ പലരും അങ്ങനെ ഡിസൈനിലൊന്നും അത്ര കാര്യമാക്കാറില്ല, അല്ലെങ്കിൽ ഫ്ലോറ് അല്ലെങ്കിൽ മുറ്റം നന്നാക്കാറില്ല, പെയിന്റ് ഫിനിഷ് ചെയ്യാറില്ല, ഒക്കെ എല്ലാവരുടെയും പോക്കറ്റിന്റെ അവസ്ഥ തന്നെ കേട്ടോ. എന്നാലും സാധാരണക്കാരനാണെങ്കിലും ഈ ഭംഗി ആക്കുന്നതിൽ ഇവര് ഒന്നും കൂടെ ശ്രദ്ധിച്ചു അല്ലേ? അതെ, ഓവർ വർക്ക് ചെയ്യാതെ സിമ്പിൾ ആയിട്ടാണ് ഇതിൽ ഓരോ വർക്കുകളും എലമെന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇതിന്റെ ഡിസൈനിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിച്ച കാര്യങ്ങൾ? ഡിസൈനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് വരാതെ ഏതൊക്കെ മെറ്റീരിയൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടിൽ ഡോറ്, ആ ഡോർ നമ്മൾ WBCന്റെ ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഉറക്കത്തം കുത്തുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആ വിഷയങ്ങളിലാക്കാം. അതുപോലെ പെയിന്റ് എങ്ങനെ മൾട്ടിപ്പിൾ കളറുകൾ, ക്ലാഡിംഗ് സ്റ്റോൺ ഇതൊക്കെ ഉൾപ്പെടുത്താൻ നിങ്ങൾ? പെയിന്റ് എന്ന് പറഞ്ഞാല് ഒരു ബ്ലൂയിഷും അതേപോലെ ക്ലാഡിങ് അങ്ങനത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് മാത്രം സിമ്പിൾ ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, കൂടുതൽ കളേഴ്സ് കൊടുത്തിട്ട് അലങ്കോലപ്പെടുത്തിയിട്ടില്ല. ഇല്ല, ഈ വിൻഡോ ഫ്രെയിമുകളൊക്കെ എന്ത് തരം വിൻഡോകളാണ്? മെറ്റലാണോ? മെറ്റലാണ് വരുന്നത്. ജനൽ പൊളികളൊക്കെ ആണെങ്കിൽ ഷട്ടറും ഫ്രെയിമും ഒറ്റ മെറ്റലാണ്. മെറ്റലിൽ ഇപ്പം വരുന്നുണ്ട്, എല്ലാം കൂടെ വരുന്നത് നമ്മൾ പരിചയപ്പെടുത്തിയാണ്. ആ ഒരു ഐഡിയ ആണ് ഉപയോഗിച്ചത്. വൈറ്റ് കളറിലാണ് ഫിനിഷ് ചെയ്തത് അല്ലെ? ഡോറിന്റെ കട്ടില മാത്രം അത് വുഡൻ പെയിന്റിലേക്ക് കൊണ്ടുവന്നതാണ് അല്ലെ? അപ്പോൾ ഈ ഒരു ചലഞ്ച് ഇതിപ്പോ 11.5 സെന്റ് ആണ്. അതിൽ ഇത്ര ഭംഗിയാവുന്ന ഒരു നിങ്ങളും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഫിനിഷിങ് ഇത് ശരിക്കും 2 ലെവലിലുള്ള പ്ലോട്ട് ആയിരുന്നു. അങ്ങനെയുണ്ട്. നമ്മള് ലെവൽ ചെയ്തിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ്. ഈ റോഡിന്റെ ലെവൽക്ക് ചെയ്തു, ഹൈറ്റ് വെച്ചിട്ട് പൊക്കി ചെയ്താണ്. ഓക്കെ, അപ്പൊ ഇതിന് മൊത്തം എത്ര ബഡ്ജറ്റ് ആയി കാണും? ഒരു 30-35 30-35 ലക്ഷം രൂപ ഇതിനായിട്ടുണ്ട്. കാരണം ലെവലിംഗ് ഉൾപ്പെടെയുള്ള ചാർജ് ആട്ടോ പറഞ്ഞിട്ടുള്ളത്. ഒറ്റനില വീടാണ്, 3 ബെഡ്റൂമും ഉണ്ട് അല്ലേ? ക്ലയന്റ് ഹാപ്പി ആയിരിക്കുമല്ലോ. ഡബിൾ ഹാപ്പിയാണ്. പിന്നെ നിങ്ങളുടെ പ്രൊജക്ട് തന്നെയാണ് സൈഡിൽ റണ്ണിങ് അല്ലേ? റൺ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഈ മഴത്തെ പിടിച്ചതിൽ സോറി. ഭംഗിയുള്ള വലിയ വീടുകൾ നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീട് നമുക്കറിയാം ചെറിയ വീടാണ്, ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന വീടാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ വീട്ടിൽ നോർമൽ മോഡുലാർ കിച്ചണ് പുറമെ അഡീഷണൽ ഒരു വർക്ക് ഏരിയ കിച്ചണും കൂടെ ഉണ്ട്. കൂടുതൽ കുക്കിംഗ് കാര്യങ്ങൾ അവിടെയാണ് നടക്കുന്നത്. ഈ ഒരു വീട് 4 മാസമായി വീട്ടിലേക്ക് കുടിയിരുന്നിട്ട് അതിനുശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ ചാനലിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാനൽ സന്ദർശിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ വീടിൻ്റെ പ്ലാനും ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.